find the one, you should never give her up. I think it's the way life. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ആണ്. അപ്പം നമുക്ക് വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു കൂട് വെളുത്തുള്ളി, ഒരു തക്കാളി, 1/2 കിലോ ബീൻസ്, ക്യാപ്സിക്കം 3 കളറിലുള്ളത് ഓരോ പീസ്, ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ്, 15 പച്ചമുളക്, മല്ലിയില, 1/2 കിലോ ക്യാരറ്റ്, ഒരു ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ചെറിയ 2 ബോക്സ് മാഗി ക്യൂബ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതേ സമയം നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട്. ബീൻസ് ഒന്ന് വേവുന്ന വരെ നമുക്കിത് അടച്ച് വേവിക്കാം. നമ്മളെ ബീൻസ് എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കന് അത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് ഞാൻ വെറ്റിച്ചെടുക്കാത്തത് ചിക്കൻ്റെ ഫ്ലേവർ വെജിറ്റബിൾസിനെല്ലാം കിട്ടാൻ വേണ്ടിയാണ്. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും മല്ലിയിലയും, ഉപ്പ് ഇതിൽ കുറവാണ്, അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം.
ചോറുണ്ടാക്കാനായി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ കൂടുതൽ ഇളക്കിയാൽ ചോറ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഫ്രൈഡ് റൈസ് 2 രീതിയിൽ വെക്കാറുണ്ട്. ഒന്ന് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വാർത്തെടുക്കലുണ്ട്. പിന്നെ നെയ്ച്ചോറ് വെക്കുന്ന പോലെ തന്നെയും വെക്കാറുണ്ട്. അപ്പോൾ ഞാനിത് നെയ്ച്ചോറ് വെക്കുന്ന പോലെ തന്നെയാണ് വെച്ചത്. ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്തെടുക്കാനായി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയും ചോറും കൂടി ചേർത്ത് നമുക്ക് ഫ്രൈ പാനിൽ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ മസാലയിൽ ഓയിൽ കുറവാണെങ്കിൽ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് 2 ഗാർലിക് ഇട്ട് പിന്നെ മുട്ട ചേർക്കുന്നതാൾക്ക് മുട്ടയും ചേർക്കാം. അങ്ങനെയും മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് ഫ്രൈഡ് റൈസ് വെക്കാറുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു രീതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കിടിലൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.